നിർഗുണന്മാരായ 100 പുത്രന്മാരെക്കാൾ സർവഗുണയുക്തനായ ഒരു പുത്രൻ മതി. 1000 നക്ഷത്രങ്ങൾ ആകാശത്തുദിച്ചാലും പ്രകാശം പരത്താൻ ചന്ദ്രൻ തന്നെ വരണമല്ലോ. ഈ വാചകങ്ങളിൽ ഗുരു നമുക്ക് നൽകുന്നു ഗുണപാഠങ്ങൾ. നോക്കാം. നിങ്ങൾക്കറിയാമോ, ഇന്നും എല്ലാ ജാതി മത വിഭാഗങ്ങളും ഒരുപോലെ പഠിക്കുന്നതും സ്വീകരിക്കുന്നതുമായ ദർശനങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും കർത്താവായ ശ്രീശങ്കരൻ കേവലം 32 വയസ്സുവരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഈ കുറഞ്ഞ പ്രായത്തിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ലോകത്തിന് പ്രകാശം നൽകുവാൻ ശ്രീശങ്കരൻ എന്ന ഒരേയൊരു ചന്ദ്രൻ മതിയായിരുന്നു. ജ്ഞാനേശ്വരൻ, സ്വാമി വിവേകാനന്ദൻ, ശ്രീബുദ്ധൻ തുടങ്ങി നിരവധി പേർ ഈ ലോകത്തിന് പ്രകാശമേകിയവരാണ്. എത്ര വർഷം ജീവിച്ചു എന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ നാം നൽകിയ സംഭാവനകളെ കൊണ്ടാണ് നമ്മുടെ മക്കളും അറിയപ്പെടേണ്ടത് എന്ന് ചാണക്യഗുരു നമുക്കിവിടെ പറഞ്ഞു തരുന്നു. കേവലം 8 വയസ്സിനുള്ളിൽ 25,000 ചിത്രങ്ങൾ വരച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയ ക്ലിന്റ് എന്ന ബാലനെ ഓർക്കുക. ഇന്നും നമ്മുടെ ജനമനസ്സുകളിൽ ക്ലിന്റ് എന്ന ബാലൻ മരിച്ചിട്ടില്ല. അതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. എണ്ണം കുറഞ്ഞാലും ഗുണത്തിലാണ് കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഗുരു പറയുന്ന മറ്റൊരു ഉദാഹരണമാണ്, ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് ജനസംഖ്യ കുറഞ്ഞ ചില രാജ്യങ്ങൾ. പലപ്പോഴും കണ്ടിട്ടുണ്ട് കായിക മത്സരങ്ങളിലൊക്കെ ചെറിയ രാജ്യങ്ങൾ വിജയങ്ങൾ നേടുന്നത്. ഇവിടെയാണ് ഗുരു പറഞ്ഞു തരുന്ന പാഠം. 1000 മക്കളുണ്ടായിട്ടും വലിയ കാര്യമില്ല. പ്രകാശം തരാനാണെങ്കിൽ ഒരു മകൻ തന്നെ ധാരാളം മതി.